പ്രിയമുള്ളവരെ, തിരുവല്ല മണ്ഡലത്തിൽ MC റോഡിൽ നമ്മുടെ കുറ്റൂർ ആറാട്ടുകടവിൽ നിന്നും നേരെ ഇടത്തേക്ക് തിരിഞ്ഞ് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓതറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആറാട്ടുകടവ് ഓതറ റോഡ് മറ്റൊരു നിയോജക മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ്, മറ്റൊരു പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അതുവഴി പോയി കഴിഞ്ഞാൽ TK റോഡിലേക്ക് കയറാം. അങ്ങനെ ഒരു എല്ലാവരും ഈസിയായിട്ട് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റോഡാണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ റോഡ് വളരെ മോശം അവസ്ഥയിലായിരുന്നു, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ ഈ റോഡ് ശരിയായപ്പോൾ ഇതിൻ്റെ ആ ഒരു റോഡിൻ്റെ അവസ്ഥ കൂടി ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഇതൊരു PR വർക്കോ ഒന്നുമല്ല, ആരുടെയും പ്രൊമോഷന് വേണ്ടിയുള്ള വർക്കുമല്ല. ഈ റോഡ് മോശമായിരുന്നപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ കാണിച്ചതാണ്. എന്നാൽ ഈ റോഡ് നന്നായപ്പോഴും നമ്മൾ നിങ്ങളെ ഒന്ന് കാണിക്കേണ്ട കടമ നമുക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കാണിക്കുകയാണ്. നമ്മുടെ തിരുവല്ലയുടെ ജനനായകൻ ശ്രീമാൻ മാത്യു ടി തോമസ് അവറുകളുടെ ഈ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഈ റോഡ് ടാർ ചെയ്യുവാനായിട്ട് ടെൻഡറുകൾ പലതവണ വിളിച്ചിരുന്നു. എന്നാൽ പല കൊട്ടേഷനുകളും വിട്ടുപോയി, ടെൻഡറുകാർ വിട്ടുപോയി. എന്നാൽ അവസാനം പാലത്ര കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി ഈ റോഡ് ഏറ്റെടുത്ത് അവർ ഈ റോഡിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണി ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 90% പണികളും പൂർത്തീകരിച്ചു. ഇനിയുള്ളത് BMBC നിലവാരത്തിലുള്ള റോഡ് ടാറിങ്ങാണ് ഇവിടെ നടക്കുന്നത്. BM എന്ന് പറയുന്ന ടാറിങ് ഇനി BCയുടെ നടക്കാനുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലത്തെ ചില അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം പണ്ട് ഈ റോഡ് മോശമായിരുന്ന സമയത്ത് 25, 30, 35 മിനിറ്റ് യാത്ര ചെയ്യുവാനായിട്ട് എടുത്തിരുന്ന സമയമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് ആറാട്ടുകടവിൽ നിന്നും ഓതറ ആൽട്ര ജംഗ്ഷനിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അതാണ് ഇപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു നാനായപ്പള്ളിയുണ്ട്. നാനായപ്പള്ളി നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ നേരത്തെ ശരിക്കും തകർന്നു കിടന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ റോഡ് ടാർ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ തിരുവല്ലയ്ക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഇവിടെ താമസിക്കുന്നവർക്കും ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ് ഈ റോഡ് പണി ഇത്രയും കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷം. എന്നാൽ ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് ഇനി ഇവിടുത്തെ ഈ റെയിൽവേ ക്രോസാണ്. ട്രെയിൻ പോകാൻ വേണ്ടി കാത്തു കിടക്കേണ്ടതായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ട്, അത് ഏകദേശം ഒരു 10 മിനിറ്റോളം ചിലപ്പോൾ നീണ്ടു പോകാറുണ്ട്. കാരണം നിരവധി സ്കൂള് ബസ്സുകൾ അതുപോലെ ഓഫീസിലേക്കൊക്കെ പോകുന്നവരൊക്കെ ഉപയോഗിക്കുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടി സൗകര്യപ്രദമായിരിക്കും. കാരണം റെയിൽവേ ക്രോസ് അടവില്ല എങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് കറക്റ്റ് അവിടെ എത്താനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ നമുക്കൊരു 30 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അങ്ങനെ ട്രെയിൻ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതുവഴി യാത്ര ചെയ്യുവാനായിട്ടും കഴിയുള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലും വളരെ മനോഹരമായ രീതിയിൽ ടാർ ചെയ്ത് നമുക്ക് യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജനനായകൻ ശ്രീമാൻ മാത്യു ടി തോമസ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗവൺമെൻറ് ഈ ഒരു പണികൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് മുൻകൈ എടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും നന്ദിയുമുണ്ട്. കാരണം നമുക്ക് വളരെ സുഖമായി യാത്ര ചെയ്യുവാൻ പറ്റുന്ന റോഡ് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ സൗകര്യമാണ്. കഴിഞ്ഞ നാളത്തെ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയില്ല. അതുപോലെ എല്ലാവരും നെല്ലാട് വഴി, വള്ളംകുളം വഴി, അല്ലെങ്കിൽ കല്ലിശ്ശേരി വഴിയൊക്കെയാണ് തിരുവല്ലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നത്, ഓതറയിൽ എത്തേണ്ടിയവരൊക്കെ. അപ്പോൾ ഇത് വളരെ ഇപ്പോൾ ഇത്രയും പണി പുരോഗമിച്ചിരിക്കുന്നു, പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതുവഴി നമുക്കൊന്ന് മുന്നോട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്തവർക്കൊക്കെ വളരെ സന്തോഷം കിട്ടും. അപ്പോൾ ഇത് നിങ്ങളും കാണുക. നിങ്ങളുടെ യാത്ര ചെയ്തിരിക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിലെ നിങ്ങളുടെ അനുഭവങ്ങൾ, തിരുവല്ല സംബന്ധിച്ച് പറഞ്ഞാൽ വിസ്താരമേറിയ വിസ്തീർണമായി കിടക്കുന്ന ഒരു തിരുവല്ല ഏരിയ, NRIകളുടെ ഒരു കോട്ട തന്നെയാണ് തിരുവല്ല. തിരുവല്ലയിൽ നിരവധി സ്ഥാപനങ്ങൾ, നിരവധി സ്കൂളുകൾ, അങ്ങനെ ഒട്ടുമിക്ക ബ്രാൻഡ് ഷോപ്പുകളുമുള്ള തിരുവല്ല എന്നും കേരളത്തിൻ്റെ നെറുകയിൽ ഏറ്റവും ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒന്നാണ് തിരുവല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരുവല്ലയിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ തിരുവല്ലയിലെ ഒരു കുറ്റൂർ പഞ്ചായത്തിലെ റോഡാണ്. ഇപ്പോൾ അതുവഴിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. ഓപ്സ് ഗ്രൂപ്പിൻ്റെ ആ ഒരു സൈഡ് അമ്പലത്തുമുക്ക് ജംഗ്ഷൻ, ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് നേരെ കാവുങ്കപ്പടി, നന്നൂർ അല്ലെങ്കിൽ വള്ളംകുളം, മനക്കച്ചിറ അവിടേക്കൊക്കെ പോകാനുള്ളൊരു ഷോർട്ട് കട്ടാണത്. അങ്ങനെ തൊട്ടപ്പുറത്ത് പഴയ പുതുക്കളങ്ങര ദേവീക്ഷേത്രം അവിടെയുണ്ട്. അവിടുത്തെ ഉത്സവം നടക്കുകയാണ്. അതിൻ്റെ ആ പാട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ പ്രസംഗങ്ങളും ഭജനങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ചെന്നെത്തുന്നത് അമ്പലത്തുമുക്ക് ജംഗ്ഷൻ. നല്ല മനോഹരമായ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന നമുക്ക്
നയനമനോഹരമായ കാഴ്ചയാണ് അത്. അങ്ങനെ നമ്മൾ അമ്പലത്തുമുക്ക് എന്ന ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്പലത്തിൽ കുറച്ച് സ്ഥലങ്ങൾ ഇവർ ടൈൽസ് ഇട്ടാണ്, ടാർ ചെയ്യുന്നില്ല, ടൈൽസ് ഇട്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആയിരിക്കാം ടാർ ചെയ്യാതെ അവിടെ ഇൻ്റർലോക്ക് കട്ടകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിയാണിപ്പോൾ പുരോഗമിച്ചത്. അത് കഴിഞ്ഞിട്ടിനി എനിക്ക് തോന്നുന്നത് BC നിലവാരത്തിലുള്ള ടാറിങ് കൂടി ചെയ്യും. അപ്പോൾ ഈ കാഴ്ച കൂടി നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓതനാൽത്ര വരെ നമുക്ക് യാത്ര ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ തിരുവല്ലയിലെ മറ്റു റോഡുകൾ അങ്ങനെ ഇനിയും എന്തെങ്കിലുമൊക്കെ പണി തീരാൻ കിടക്കുന്ന റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ, ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ വിശേഷ കാഴ്ചകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ ആൽത്തറ കവലയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. 2-3 പഞ്ചായത്തുകളെ ഒന്നിച്ച് ചേർക്കുന്ന ഒരു ജംഗ്ഷനാണ് നമ്മുടെ ആൽത്തറ കവല എന്ന് പറയുന്നത്. അതായത് കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ ഇരവിപുരം ഗ്രാമപഞ്ചായത്ത്, കുറ്റൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ആറന്മുള നിയോജകമണ്ഡലം, ചെങ്ങന്നൂർ നിയോജകമണ്ഡലം, തിരുവല്ല നിയോജകമണ്ഡലം, 3 നിയോജക മണ്ഡലങ്ങളും കൂടിച്ചേരുന്ന ഒരു സംഗമ സ്ഥാനം കൂടിയാണ് നമ്മുടെ ആൽത്തറ കവല. ആൽത്തറ കവലയെ പറ്റി പണ്ട് ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓതറ എന്ന് പറയുന്ന കേരളത്തിലെ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ, തിരുവല്ല നിയോജകമണ്ഡലത്തിലെ കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മനോഹരമായ ഗ്രാമസുന്ദരമായ ഒരു ചെറിയ കൊച്ചു സ്ഥലം. അങ്ങനെ ആ സ്ഥലത്തിൻ്റെ മനോഹരമായ വീതികളിലൂടെ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്.